അച്ഛനെക്കുറിച്ചുള്ളൊരു ചെറിയ അനുസ്മരണം ഞാനിന്ന് പത്രത്തിലെ പ്രിൻസിലമ്മ പറഞ്ഞിട്ട് കൊടുത്തിരുന്നു. അതിനതുകൊണ്ട് ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല എന്ന് തന്നെ കരുതിയതാണ്. അപ്പോൾ എൻ്റെ ഡ്രൈവർ പറഞ്ഞു എന്തെങ്കിലും പറയണം, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെയും അനുസരിക്കുകയാണ്. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്ന കദളിക്കാട്ടിൽ മത്തായിയച്ഛൻ്റെ 85-ാം സ്വർഗപ്രവേശന വർഷമാണ് DS നത്താലിസ് എന്ന് അറിയപ്പെടുന്ന മരണത്തിൻ്റെ ഓർമ്മ ദിവസം. എനിക്ക് വലിയ സന്തോഷമാണ് മത്തായിയച്ഛൻ്റെ ഖബറിൽ വരാനും അച്ഛനോട് പ്രാർത്ഥിക്കുവാനും അച്ഛൻ വഴി ദൈവമേൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ ശുശ്രൂഷകൾ ചെയ്യുന്നതിനുമെല്ലാം. 1935 നമ്മോട് യാത്ര പറഞ്ഞ അച്ഛൻ്റെ പ്രവർത്തനങ്ങളിലൂടെയെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം മൺമറഞ്ഞു പോയി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ SH സമർപ്പിതർ ചെയ്യുന്ന ശുശ്രൂഷകളിലൂടെ മത്തായിയച്ഛൻ നമ്മോട് കൂടെ ജീവിക്കുകയാണ്, നമ്മെ ഗൈഡ് ചെയ്യുകയാണ് എന്നെല്ലാം നമുക്ക് ഉറപ്പുണ്ട്. തിരുഹൃദയ ഭക്തനും തിരുഹൃദയ ദാസനുമായിരുന്ന മത്തായിയച്ഛൻ്റെ ആത്മീയതയുടെ തുടർച്ചയിൽ നിൽക്കുന്നവരാണ് നാം എല്ലാവരും. ഇത്രയും നല്ല ഒരു പേരോടുകൂടി ഒരു സമർപ്പിത സമൂഹം ഈ ലോകത്ത് ഒരുപക്ഷെ വേറെ ഒന്നും കാണുകയില്ല. സേക്രഡ് ഹാർട്ട് സിസ്റ്റേഴ്സ്, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആ വലിയ സൗരഭ്യം കൊണ്ടു നടക്കുന്ന സമർപ്പിതന്മാർ. പരസ്യജീവിതകാലത്ത് നമുക്കറിയാം, ഈശോയുടെ കാല് കഴുകിയും സുഗന്ധദ്രവ്യം കൊണ്ട് കാല് പിടിച്ചും പത്രോസിനെ പോലെയുള്ളവർ, കാലിൻ്റെ സമീപത്തിരുന്നും മറിയത്തെ പോലുള്ളവർ കാലിൽ തൂങ്ങിക്കിടന്നും വിഷമസന്ധികളിൽ ശിഷ്യന്മാരുടെ ഒരു പറ്റം ഈശോയുടെ ഹൃദയത്തോട് ശിരസ് ചേർത്ത് വെച്ച് ജീവിച്ചവന്. യോഹന്നാനെ പോലെയുള്ളത് ഈശോയുടെ മുറിവിൽ വിരലുകൾ ഇട്ടവന്, തോമായെ പോലെയുള്ളവന്, അവർക്കൊക്കെ പ്രത്യേക സ്ഥാനമുണ്ട്. അവരാണ് സുവിശേഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഹൃദയം തൊട്ടവന്, കാലി പിടിച്ചവന്, മുറിവിൽ തൊട്ടവന്, ഇങ്ങനെ പോകുന്നു ആ പ്രത്യേകത. സുവിശേഷം നമുക്ക് നൽകുന്ന പരമപ്രധാനമായ ഒരു ലുക്ക്, ഒരു വിഷൻ എന്ന് പറയുന്നത് കർത്താവിനോട് എത്രമാത്രം നമുക്ക് ചേർന്നിരിക്കാനായിട്ട് പറ്റി എന്നതാണ്. ഹൃദയ രഹസ്യങ്ങൾ വായിച്ചെടുത്ത ശിഷ്യന് ആ കൂട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, അവരൊക്കെയാണ് ഈശോയുടെ ഹൃദയത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനും പഠിപ്പിക്കാനും നമുക്ക് അവകാശം നൽകുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ വലിയൊരു തത്വജ്ഞാനി, ദൈവജ്ഞാനി അന്തോണിയോ റോസ്മീനി എന്ന പേരിൽ ജീവിച്ചിരുന്നു. മൃഗന്ധനായിരുന്നു, വലിയ ഗ്രന്ഥകാരന്, ഇറ്റലി ലോകം മുഴുവൻ അറിയപ്പെടുന്നയാൾ. അദ്ദേഹത്തിൻ്റെ കീർത്തി കേട്ട ഒരു പുസ്തകമാണ് ദ 5 വൂണ്ട്സ് ഓഫ് ദ ചർച്ച്, സഭയുടെ 5 മുറിവുകൾ. ഇറ്റലിക്കാരനാണ്. ഇറ്റാലിയൻ ഭാഷയിൽ ആ പുസ്തകത്തിന് വലിയ പ്രശസ്തി കിട്ടി. അതിൻ്റെ ശീർഷകം ദെല്ലെ ചുൻഗെ ഫ്യാഗെ, എബൌട്ട് ദ 5 വൂണ്ട്സ് ദെല്ല സംഗ കിയസ, പരിശുദ്ധ സഭയുടെ 5 മുറിവുകൾ. ഞാനത് വളരെ ഹ്രസ്വമായിട്ട് അത് പറയാം. ഒന്നാമത്തെ മുറിവ്, വൈദികരും അൽമായരും തമ്മിൽ സഭയിൽ വേണ്ടതുപോലെ ബന്ധമില്ല. അതാണ് അകൽച്ച. കണ്ടുമുട്ടുന്നില്ല, കേൾക്കുന്നില്ല, പരിഗണിക്കുന്നില്ല. രണ്ടും രണ്ട് കക്ഷി ചേർന്ന പോലെ പോകുന്നു. അച്ഛന്മാരും അൽമായ സഹോദരങ്ങളും തമ്മിൽ വേണ്ടതുപോലെ ബന്ധമില്ല.
18-ാം നൂറ്റാണ്ടിലെ ഇറ്റലിയുടെ പ്രത്യേകമായ ചില സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അതാണ് അദ്ദേഹം ഒന്നാമത്തെ മുറിവായിട്ട് കാണുന്നത്. 2, വൈദിക പരിശീലനത്തിൽ നല്ല പഠനങ്ങൾ കൊടുക്കുന്നില്ല. 18-ാം നൂറ്റാണ്ടിൽ വലിയൊരു ക്രൈസിസ് ആ മേഖലയിൽ ഉണ്ടായിരുന്നു. ബൈബിൾ ശരിക്ക് പഠിപ്പിക്കുന്നില്ല, ആരാധനാക്രമത്തെക്കുറിച്ച് നല്ല ക്ലാസ്സുകളില്ല, പിതാക്കന്മാരെക്കുറിച്ച് പ്രബോധനമില്ല, സിസ്റ്റമാറ്റിക് തിയോളജി പലർക്കും അറിയത്തില്ല, ആത്മീയത അറിയത്തില്ല. അതാണ് സെമിനാരി കരിക്കുലം. ആ നാളുകളിൽ ഏതെങ്കിലും അച്ഛൻ പഠിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ വല്ലതും പഠിപ്പിക്കുന്നു എന്നതല്ലാണ്ട് വൈദിക പരിശീലനത്തിന് നല്ല ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കാനായിട്ട് കണ്ടുപോയി. അത് സഭയിൽ വലിയൊരു മുറിവായിട്ട് നിന്നു. ഫണ്ടമെൻ്റൽസ് പഠിക്കാത്തവർ, എസെൻഷ്യൽസ് പഠിക്കാത്തവർ, അതൊന്നും ഇല്ലാതെ വരുമ്പം സോഷ്യൽ വർക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളായിട്ട് പോകുന്നതാണ് അച്ഛൻ്റെ ജോലി എന്നൊക്കെ തെറ്റിദ്ധരിച്ച് ഇറങ്ങുകയും അങ്ങനെ എല്ലാവരുമായിട്ട് സംഘർഷം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നു. അർജൻസിയുടെ പേരിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അയൽപക്കത്തെ ഒരു വീട്ടിൽ ഒരു കന്നുകാലി ചാടി, അതിനെ പോയി പിടിച്ച് കയറ്റണം, അർജൻസിയാണ്. അതുകൊണ്ട് എനിക്ക് എസെൻഷ്യലായിട്ടുള്ളത് സന്ധ്യാസമയത്ത് കൊന്ത ചെല്ലാൻ എനിക്ക് നേരമില്ല. ഇങ്ങനെ പോയി കാര്യങ്ങൾ രണ്ടും പ്രധാനപ്പെട്ടതാണല്ലോ. അർജൻസിയുടെ പേരിൽ എസെൻഷ്യൽസിനെ ഉപേക്ഷിച്ച ഒരു പറ്റം വൈദികർ ലോകം മുഴുവൻ വന്നു. അത് വലിയ മുറിവായിട്ട് നിന്നു. മൂന്നാമത്തേത്, മെത്രാന്മാരുടെ ഇടയിൽ അഫക്റ്റീവ് ആൻഡ് ഇഫക്റ്റീവ് കോണ്ടാക്ട്സ്, വലിയ ബന്ധമൊന്നുമില്ലാതെ ഓരോരുത്തരും ഓരോ രാജാവിനെ പോലെ ഒരു പ്രൊവിൻഷ്യൽ ബന്ധം പോലുമില്ലാതെ ജീവിച്ചു പോകുന്ന ആ കാലഘട്ടം. അതാണ് അഫക്റ്റീവും ഇഫക്റ്റീവുമായിട്ടുള്ള ബന്ധങ്ങൾ ഇല്ലാതെ മുമ്പോട്ട് പോയ മിത്രന്മാർ. നാലാമത്തേത്, ഇങ്ങനെയുള്ള പ്രതിസന്ധികളെല്ലാം നിന്നതുകൊണ്ട് അയോഗ്യരായവർ മുൻപന്തിയിൽ വരുന്നത്. അതാണല്ലോ എപ്പോഴും നമ്മൾ കാണുന്നത്. വലിയ ടെൻഷൻസ് നിൽക്കുമ്പോൾ അയോഗ്യരായ മെത്രാനച്ചന്മാർ, പ്രിൻസിപ്പൽമാർ, ചണ്ടാളച്ചന്മാർ, എല്ലാ തലപ്പത്ത് നിൽക്കുന്നവർ, കൈക്കാരന്മാർ, ഇങ്ങനെ എല്ലാ രംഗത്തും ഈ മുറിവുകളെല്ലാം നിൽക്കുന്നത് കൊണ്ട് യോഗ്യരായവർ പരിഗണിക്കപ്പെടാണ്ട് പോകുന്നു. അവസാനത്തേത്, സമർപ്പിതരും പുരോഹിതന്മാരും മേൽപ്പട്ടക്കാരും ദാരിദ്ര്യാരൂപി കുറഞ്ഞവരെ പോലെ ജീവിക്കുന്നു. എക്കാലവും നമ്മെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ അതൊക്കെയാണ്. വാസ്തവത്തിൽ നമ്മൾ വളരെ നിസ്സാരമായ ലഘു ഭക്ഷണക്കാരാണ്. ലോകം അത് മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വില നോക്കിയാൽ ഒറ്റ കൈ കൊണ്ട് എണ്ണാനുള്ള വിരലിലെണ്ണാനുള്ള രൂപയായി കുറക്കുകയാണ് സാധാരണ ഭക്ഷണത്തിൻ്റെ ഞാൻ പറഞ്ഞത്. അതൊന്നും ഒരുപക്ഷെ അന്നത്തെ കാലത്ത് വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിട്ടുപോയി ദാരിദ്ര്യാരൂപി ഇല്ലാതായി. ഈ 5 മുറിവുകളാണ് 18-ാം നൂറ്റാണ്ടിലെ അന്തോണിയോ റോസ്മേനി സഭയിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് എടുത്തു കാണിച്ചത്. ഞാനിത് പറയാൻ കാരണം, ഇത് കുറേയെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെ കൂട്ടത്തിലും നമ്മുടെ ഉള്ളിലും നമ്മുടെ പ്രവർത്തന മേഖലകളിലും എല്ലാം ഉണ്ട്. മത്തായിച്ചന് ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത് 25 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കിണ്ടലും തൊടിയിലും ഉച്ചനീചത്വങ്ങളും എല്ലാം ഉൾപ്പെടെ ഒരുപിടി കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിനേക്കാൾ വലിയ മുറിവുകളാണ്. മത്തായിച്ചന് എഴുതിയ ചിലപ്പോൾ ഒരു 100 മുറിവുകൾ എഴുതിയിട്ടാണ്. അതുപോലെ ഇവിടെ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അച്ഛൻ അതിനൊക്കെ ടോണിക്ക് കൊടുത്തത് നല്ലതുപോലെ കുർബാന ചൊല്ലി, നല്ലതുപോലെ സംസാരിപ്പിച്ചു, ദാരിദ്ര്യാരൂപിയിൽ ജീവിച്ചു, സുറിയാനി പാണ്ഡിത്യം വഴി അയൽക്കാരെയും അന്മാരെയും എല്ലാം ആ ഭാഷ പഠിപ്പിച്ചു, യാമപ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു, കൊന്തഭക്തനായിരുന്നു, നിരന്തരമായിട്ട് ഭവന സന്ദർശനം, ആതുര സേവനം, സ്ത്രീ വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള ഒറ്റുപിടി കാര്യങ്ങൾ. അത് ആധ്യാത്മികവും ഭൗതികവുമായ പരിവർത്തനങ്ങളിലൂടെ അദ്ദേഹം ഈ സഭയുടെ യഥാർത്ഥത്തിലുള്ള കാതോലികതയുടെ അംശങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തിയവനാണ്. ഈ റീക്യാപ്ചേർഡ് ദി കാത്തലിക് എലമെൻറ്റ്സ് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് നിസ്സംശയം പറയാം. ഇക്കാലത്ത് ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യപ്പെടുകയില്ലായിരുന്നു. എനിക്കതുകൊണ്ട് മത്തായിച്ചനെക്കുറിച്ചൊരു ആന്തോളജി പോലെ നമ്മൾ എഴുതുകയോ പറയുകയാണെങ്കിൽ പറയാനുള്ളത്, Matthias was a man of God because he was a man of the people. അദ്ദേഹം ദൈവത്തിൻ്റെ മനുഷ്യനായത് അദ്ദേഹം സാധാരണക്കാരുടെ മനുഷ്യരുടെ നന്മ ആഗ്രഹിച്ച ഒരു മനുഷ്യനായതുകൊണ്ട്. Matthias was a man of God who turned
സ്ട്രേഞ്ചേഴ്സ് ഇൻ ടു ഫ്രണ്ട്സ്. യാതൊരു ബന്ധവുമില്ലാതെ വഴിയെ പോകുന്നവർ, ആർക്കും വേണ്ടാതെ കിടക്കുന്നവർ, അങ്ങനെയുള്ളവരെ സ്നേഹിതന്മാരായിട്ട് മാറ്റിയ ഒരു വ്യക്തി. He was a man of God because he had a godly humanism. ദൈവികമായ ഒരു മാനുഷികത അതായിരുന്നു മത്തായി. നല്ല അച്ഛൻ, നല്ല വാക്കുകൾ, നല്ല പെരുമാറ്റം, നല്ല അവൈലബിലിറ്റി, മിതമായ ഭക്ഷണം, മിതമായ വാക്കുകൾ. പൈലറ്റ് പിതാവിൻ്റെ ഓർമ്മകളെല്ലാം ആ തരത്തിലാണ്. ഞാനന്ന് പത്രത്തിൽ പൈലറ്റ് പിതാവിനെ 3-4 സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം മത്തായിച്ചൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു. അങ്ങനെ നല്ല ഒരു കൾച്ചറ്, ഒരു പ്രീസ്റ്റ്ലി കൾച്ചറ്, ഒരു എക്ലേസിയൽ സിവിലൈസേഷൻ, പിന്നീട് ഈ SH സമർപ്പിതർ വഴി നല്ല ഒരു ജീവിതക്രമം, ഇതെല്ലാം ഈ നാടിന് സമ്മാനിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ മത്തായിച്ചനെ നമ്മൾ റീഇൻ്റർപ്രറ്റ് ചെയ്യേണ്ട കാലം കഴിയും. അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ആരാധനാക്രമ ജീവിതവും എല്ലാം നോക്കുമ്പോൾ വളരെ വലിയ പഠനങ്ങൾ മത്തായിച്ചനെ കുറിച്ച് വേണം. എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാം കൊടുക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അദ്ദേഹത്തിന്. കൊടുക്കുന്നതാണ് ഹെൽത്തിയർ, ഹാപ്പിയർ, സ്ട്രോങ്ങർ ആൻഡ് ഹോളിയർ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളിലും ഏറ്റവും താഴെക്കടയിൽ നിന്ന് നമ്മൾ പറയുന്ന ആ ജനവിഭാഗങ്ങളോട് പോലും ബന്ധപ്പെട്ട് തനിക്കുള്ളതും ഇല്ലാത്തതുമെല്ലാം കൊടുക്കാനായിട്ട് പറ്റുക. അങ്ങനെ നല്ലൊരു ഒരു കോമ്പസ് ഈ പാലായുടെ SHൻ്റെ ശ്രീയാനി സഭയുടെ ഒരു വടക്ക് നോക്കിയന്ത്രമാണ് മത്തായിച്ചൻ. അദ്ദേഹം ജീവിച്ച ആ സുവിശേഷം അത് ഇന്നത്തെ കാലത്ത് നമുക്കൊന്ന് പോപ്പുലറൈസ് ചെയ്യാൻ പറ്റിയാൽ വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെയാണ് കന്യാത്മാക്കളെ, വാഴ്ത്തപ്പെട്ടവരെയൊക്കെ നമ്മൾ സമൂഹത്തിൽ പോപ്പുലറാക്കേണ്ടത്. അവർ വഴി നമുക്ക് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് നടക്കണം. ഇമിറ്റേഷൻ, ഈശോയുടെ ക്രിസ്ത്യാനുകരണം നടക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ സേക്രഡ് ഹാർട്ടിൻ്റെ ആളുകളാകുമ്പോൾ. 4-ാം നൂറ്റാണ്ടിലെ പ്രസിദ്ധനായ ക്രിസോസ്റ്റം തിരുമേനി ഇന്നത്തെ നമ്മളുടെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നോഹയുടെ പെട്ടകത്തെക്കുറിച്ചാണ് പരാമർശം. അദ്ദേഹം പറഞ്ഞു, പൗലോസ് നോഹ പെട്ടകം പണിതതുപോലെ തടികൾ കൂട്ടിക്കെട്ടി ഒരു പെട്ടകം നിർമ്മിക്കുകയല്ല ചെയ്തത്. നോഹ ചെയ്ത് നമുക്കറിയാം, വർഷങ്ങളെടുത്ത് വലിയ ഒരു കപ്പൽ പോലെ ഒരു പെട്ടകമുണ്ടാക്കി. അങ്ങനെ തടികൾ കൂട്ടിക്കെട്ടി ഒരു പെട്ടകം ഉണ്ടാക്കുകയല്ല പൗലോസ് ചെയ്തത്. തടി കൂട്ടിക്കെട്ടുന്നതിന് പകരം അദ്ദേഹം കത്തുകൾ എഴുതി സഭകളെ കൂട്ടിക്കെട്ടുകയാണ് ചെയ്തത്. അതാണ് കാര്യം. അദ്ദേഹം എഴുതിയ എഴുത്തുകളെല്ലാം നമ്മളാരും എഴുതുന്നതിനെക്കൊണ്ട് എഴുത്തുകളല്ല, എല്ലാം തിയോളജിക്കൽ ലെറ്റേഴ്സാണ്, പാസ്റ്ററൽ ലെറ്റേഴ്സാണ്. അങ്ങനെ അദ്ദേഹം കടന്നുപോയ ആ സഭകളെയെല്ലാം കൂട്ടിക്കെട്ടുന്ന ചങ്ങലയായിട്ട് അദ്ദേഹം ലേഖനങ്ങൾ എഴുതി. എല്ലാ കുർബാനയിലും നമ്മൾ വായിക്കുന്നത് കൊണ്ടാണ്. എല്ലാ ക്രൈസ്തവ സമ്മേളനങ്ങളിലും പൗലോസിൻ്റെ 2 വാക്കുകൾ കേൾക്കുന്നത് അതുകൊണ്ടാണ്. എല്ലാവരെയും കൂട്ടിക്കെട്ടിയ വ്യക്തി പൗലോസാണ്, പൗലോസ് മാത്രമാണ്. അതുകൊണ്ടാണ് പാപ്പ എമിരിത്തൂസ് പറഞ്ഞു, കോർ ക്രിസ്റ്റി കോർ പൗളി. ഈശോയുടെ ഹൃദയം പൗലോസിൻ്റെ ഹൃദയമാണ്, കോർ ഹൃദയം. കോർ ക്രിസ്റ്റി കോർ പൗളി. ഞാൻ പത്രത്തിൻ്റെ അവസാനത്തെ വാക്യം എഴുതിയത് കോർ ക്രിസ്റ്റി കോർ പൗളി കോർ മത്തേയി എന്നാണ്. ഈശോയുടെ ഹൃദയമാണ് പൗലോസിൻ്റെ ഹൃദയം, ഈശോയുടെ ഹൃദയമാണ് മത്തായിച്ചൻ്റെ ഹൃദയം. അതാണ് തിരുഹൃദയത്തിൻ്റെ പ്രത്യേകത, മത്തായിച്ചൻ്റെ സുവിശേഷവൽക്കരണത്തിൻ്റെ പ്രത്യേകത. തിമോത്തിയോട് പൗലോസ് പറഞ്ഞതുപോലെ, ഡു ദ വർക്ക് ഓഫ് ആൻ എവാഞ്ചലിസ്റ്റ്. ഒരു സുവിശേഷകൻ ചെയ്ത് ജോലി ചെയ്യണം. അതായിരുന്നു മത്തായിച്ചൻ, ഒരു സുവിശേഷകൻ ചെയ്ത ജോലി. സുവിശേഷത്തിൽ മത്തായിയെ വിളിക്കുന്ന സംഭവം ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപക്ഷെ മറ്റെല്ലാ
ശിഷ്യന്മാരുടെ വിളികളേക്കാൾ ശ്രേഷ്ഠമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. പുണ്യവാനായ വീട് മത്തായിയെ വിളിച്ചതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മിസരാന്തോ അത്ക്വെ എലിജന്തോ, ഒരു പോയറ്റിക് ലാറ്റിനാണ്. മിസരാന്തോ അത്ക്വെ എലിജന്തോ, കാരുണ്യപൂർവ്വം നോക്കി വിളിച്ചു. ചുമ്മാ വഴിയെ വായ്പ കൊടുത്തിട്ടുണ്ട് പൂർണ്ണം ചോദിച്ചു, അങ്ങനെയല്ല. മിസരാന്തോ അത്ക്വെ എലിജന്തോ, കാരുണ്യപൂർവ്വം കണ്ണുകളിലേക്ക് നോക്കി വിളിച്ചു. മത്തായി അന്നേരം എഴുന്നേറ്റു. പിന്നീട് പിതാക്കന്മാർ പലരും പറഞ്ഞു, മത്തായി എല്ലാം വിട്ടുകളഞ്ഞു, ഒരു പേന മാത്രം കയ്യിൽ കിട്ടും. എന്തിനാ? പിന്നെ ഈ സുവിശേഷം എഴുതാൻ വേണ്ടിയാണ്. ബാക്കിയെല്ലാം വിട്ടുകളഞ്ഞു. ഒരു പേന പെട്ടെന്നെടുത്ത് പോക്കറ്റിലിട്ട് ഈശോയുടെ കൂട്ടത്തിൽ പോവുകയാണ് ചെയ്തത്. ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവിൻ്റെ അർത്ഥവാക്യവും ഇതാണ്. പരിശുദ്ധാവരിക്കൽ സെൻറ്റ് പീറ്റേഴ്സ് പ്രസിഡൻ്റായി പറഞ്ഞു, ഞാൻ ഈ അർത്ഥവാക്യം എത്രാനായി പഠിക്കാൻ കാരണം ഇതിൻ്റെ ആ ലാറ്റിൻ പോയസിയാണ്. വിസരാന്തോ ആത്മേ എലിജന്തോ, അങ്ങനെ ലത്തീനിൽ പറയാൻ പറ്റുമല്ലോ എന്നുള്ള ആ അത്ഭുതമാണ് എന്നെ ഈ വാക്യം എടുക്കാൻ പ്രേരിപ്പിച്ചത് എന്ന്. അതുപോലെ ഈശോയുടെ വിളി മുതൽ വളരെ പ്രത്യേകത നിറഞ്ഞൊരു വ്യക്തിയായിരുന്നു മത്തായി. ആ പേരുകാരനായ നമ്മുടെ മത്തായിച്ചനും അങ്ങനെ തന്നെയാണ്. അബുദാബി കോൺഫറൻസിൽ വെച്ച് ഫ്രാൻസിസ് പിതാവ്, പരിശുദ്ധ പിതാവ് പറഞ്ഞു, അതും നോഹയോട് ബന്ധപ്പെടുത്തിയാണ്. മനുഷ്യവർഗത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം മോശയോട്, നോഹയോടും കുടുംബത്തോടും പെട്ടകത്തിൽ പ്രവേശിക്കാൻ പറഞ്ഞു. ഇന്ന് നാം എല്ലാവരും സമാധാനത്തിനായി ഒരു പെട്ടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദ ആർക്ക് ഓഫ് ഫ്രട്ടേണിറ്റി, സാഹോദര്യത്തിൻ്റെ പെട്ടകമാണ് നമ്മൾ പണിയേണ്ടത്. നോഹ പണിയിപ്പിച്ചതുപോലെ തടികൾ കൂട്ടിക്കെട്ടിയുള്ള പെട്ടകമല്ല എന്ന് ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവും അബുദാബിയിൽ വലിയ കോൺഫറൻസ് നടന്നപ്പോൾ പറഞ്ഞത് നമ്മൾ ഓർക്കണം. നോഹ നമ്മളിപ്പോൾ ഏതാണ്ട് നോഹയെ പോലെയാണ്. ലോക്ക്ഡൗണിൽ നിന്ന്, പെട്ടകത്തിനുള്ളിൽ നിന്ന് പലരും പുറത്തേക്ക് വന്നു. ഇവിടെ 5 പേരെ കാണുമെന്നാണ് ഞാൻ ഓർത്തത്. അതായത് നിങ്ങളതെല്ലാം തെറ്റിച്ച് എല്ലാ ആളുകൾക്കുണ്ട്. അതാണ് നമ്മുടെ പെട്ടകത്തിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. പെട്ടകം വിശ്രമത്തിൻ്റേത്, വായനയുടെ, പഠനത്തിൻ്റെ എല്ലാമായിരുന്നു. നോഹ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിശ്രമം, മോചനം, സുരക്ഷിതത്വം എന്നൊക്കെയാണ്. പെട്ടകത്തിലായിരിക്കുമ്പോൾ സുരക്ഷിതരാണ്. അത് കഴിഞ്ഞ് സംഭവിച്ച കാര്യങ്ങൾ, ഈ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളൊക്കെ കുറയുമ്പോൾ മോശയോട് പുറത്തു പോകാൻ പറഞ്ഞപ്പോൾ മോശ ചെയ്തെന്താണ്? പുറത്തിറങ്ങി നല്ലപോലെ കള്ളു കുടിച്ചു. നമ്മുടെ ആളുകളും ഇത് കിട്ടാതിരുന്ന് വിഷമിക്കുകയാണ്. അതുകൊണ്ടാണ് ഓൺലൈനിൽ കൂടി എല്ലാം സർക്കാരും ബുദ്ധിമുട്ടുകയാണ്. ലോക്ക്ഡൗൺ കഴിഞ്ഞ് പുറത്തു പോകാമെന്ന് പറഞ്ഞപ്പോൾ മോശ പെട്ടെന്ന് തുമ്പായി എടുത്ത് മുറ്റത്ത് നല്ല പണി കൊടുത്ത് മുന്തിരി നട്ട് അത് വേഗം പഠിച്ചു. അത് മുഴുവൻ കുടിച്ച് തലയും കുത്തി മുറ്റത്ത് കിടന്നു. അതാണ് ഇതിൻ്റെ ഫലം. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. അദ്ദേഹം പെട്ടകം പണിതുകൊണ്ടിരുന്ന കാലം തന്നെ നീതിമാനായിരുന്നു, ദൈവത്തിന് ഇഷ്ടമായിരുന്നു. ഇതെല്ലാം പറയുമ്പോഴും അദ്ദേഹത്തിന് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. അദ്ദേഹം ലാമെക്കിൻ്റെ മകനാണ്. അദ്ദേഹം വളരെ ഇൻഫ്ലുവൻസിലായിരുന്നു. 182-ാം വയസ്സിൽ പിറന്ന മകനാണിത്. അദ്ദേഹം വർഷങ്ങൾ ഇങ്ങനെ വലിയൊരു സൗധം പണിതുകൊണ്ടിരുന്നപ്പോൾ ആരും വന്ന് ചോദിക്കുന്നതോ അല്ലെങ്കിൽ ദൈവം പറഞ്ഞിട്ടാണെന്നോ, നിങ്ങളിതിന് കൂടുന്നോ, നിങ്ങളുടെ ആരെങ്കിലും ഇതിനകത്ത് പ്രവേശിക്കുന്നോ, അതാണ് ഇൻഫ്ലുവൻസ്. അദ്ദേഹം പെട്ടെന്ന് പണിത് ഭാര്യ പിള്ളേരും കൂടെ അതിനകത്ത് കയറിയിരുന്നു. വെള്ളം ഇറങ്ങി പോകുന്നു. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നുണ്ടോ, അവരെ സ്വാധീനിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ പെരുമാറുന്നുണ്ടോ? അബ്രാഹാം എന്താണ് ചെയ്തത്? സോദോം ഗോമോറ നശിപ്പിക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ അബ്രാഹാം പറഞ്ഞു, എൻ്റെ ദൈവമേ, ഞങ്ങളോട് കഴിവുണ്ടാണ്, ഒരു 50 പേര് കൊണ്ട് നശിപ്പിക്കാതിരിക്കാവോ? കർത്താവ് പറഞ്ഞ് റെഡി. എണ്ണി തുടങ്ങി, കിട്ടുന്നില്ല. പിന്നെ ചോദിച്ചു 45, 5 കുറഞ്ഞ്, അതിനും കുഴപ്പമില്ല. അവിടെ എണ്ണി വെട്ടുന്നില്ല. 40,000-ആയി, 30,000-ആയി, 20,000-ആയി, 10,000-ആയി. അങ്ങനെ 6 തവണ
ഒരു യാചകനെ പോലെ അബ്രാഹാം കർത്താവിനോട് പറയുകയാണ് ഇത് നശിപ്പിക്കാതിരിക്കാൻ 50, 45, 30, 20, 10 പിന്നെ കിട്ടുകയെന്ന് അബ്രാഹത്തിന് മനസ്സിലായി വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണൊരു യാചന, അതാണൊരു വർത്തമാനം പിടിച്ച്, അതാണൊരു സംഭാഷണം. നോഹ അതൊന്നും ചെയ്യുന്നില്ല. സ്വന്തമായിട്ട് തണുപ്പുകാലത്ത് യൂറോപ്പിൽ താമസിച്ചിട്ടുള്ളവർക്കറിയാം, നല്ലൊരു കമ്പിളി എടുത്ത് പൊതിച്ച് സുരക്ഷിതമായിട്ട് വിൻ്റർ മുഴുവൻ മുറിക്കാതിരിക്കുന്നു. അവിടെ അവിടെ ഇരുന്നു. എന്നാൽ ആ മുറിയിൽ തീക്കനൽ കൂട്ടുകയാണെങ്കിൽ, വിറക് കത്തിക്കുകയാണെങ്കിൽ ആ വീട്ടിലും പ്രദേശത്തുള്ള എല്ലാവർക്കും ചൂട് കിട്ടും. ആ ഭിത്തി ചൂടായി അയൽമുറിയിൽ ഇരിക്കുന്നവർക്കും ചൂട് കിട്ടും. അങ്ങനെയൊന്നും ചെയ്യാനായിട്ട്, അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കാതെ പോയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് ഈ നോഹയുടെ ലോക്ക്ഡൗൺ കാലവും അദ്ദേഹത്തിൻ്റെ പുറത്തേക്കുള്ള വരവുമെല്ലാം നമുക്കൊരു വാണിംഗാണ്. മദ്യപിക്കരുത്, കൊലപാതകം ചെയ്യരുത്, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, പരസ്നേഹ പ്രവൃത്തി ചെയ്യണം. ഇന്ന് ഒരുപാട് കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ഈ 2 മാസം കൊണ്ട് യൂത്തും മറ്റു ആളുകളൊക്കെ ചെയ്തു തുടങ്ങി. നമ്മുടെയൊക്കെ ദേശമൊക്കെ കുറേ കൂടെ ബെറ്ററാണ്. നമുക്ക് മുമ്പോട്ട് ജീവിച്ചു പോകാനായിട്ട് പറ്റുന്നില്ല. നമ്മളൊരു ഫ്രാഗ്മെൻറ്റഡും ഫ്രാക്ചേർഡുമായിട്ടുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അങ്ങനെ അടുത്തൊരാളുടെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്കൊരു റിന്യൂഡ് വേർഷൻ, നമ്മുടെ ഓരോരുത്തരുടെയും മാറ്റപ്പെട്ട ഒരു വേർഷൻ ഉണ്ടാകണം. ഈ ലോക്ക്ഡൗണിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അയ്യോ ഇതായിരുന്നു ആ അച്ഛൻ, ആ അമ്മ എന്ന് പറയത്തക്ക രീതി നമുക്ക് മാറ്റം വരണം. അതാണ് റിഫോംഡ്, ട്രാൻസ്ഫോംഡ്, റിന്യൂഡ് വേർഷൻ ഓഫ് ദ സെൽഫ് എന്ന് പറയുന്നത്. മാർപ്പാപ്പ പറഞ്ഞല്ലോ, നമുക്ക് വേണ്ടതൊരു എഫത്ത, പുരാതനമായൊരു പരമായ വാക്കാണ് എഫത്ത, തുറക്കപ്പെടട്ടെ. മാർപ്പാപ്പ പരിശുദ്ധരായ ശേഷം ജർമ്മനിയിൽ ആദ്യം ചെന്ന് പ്രസംഗിച്ചതാണ്. അവർ പിതാവിനെ ഓടിച്ചു. കാരണം പിതാവ് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടത് ഒരു എഫത്ത ആണ്, അത് മറ്റീരിയലിസത്തിലേക്കുള്ളതല്ല, സ്വർഗത്തിലേക്കുള്ള ഒരു എഫത്ത, ഒരു തുറക്കപ്പെടൽ നിങ്ങൾക്കുണ്ടാകണം എന്ന് പറഞ്ഞത് അവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല. ഒരു മാർപ്പാപ്പ തിരിച്ചു വന്നപ്പോൾ പത്രങ്ങളെല്ലാം കരി വാരിച്ചതുപോലെ നമ്മുടെ സപ്ലിമെൻ്റ് ഇറക്കുമല്ലോ, കരി നിറത്തിൽ ഒരു വാക്കുകൾ എഴുതാണ്, അതാണ് ഒരു ചെയ്യുന്നത്. അപ്പോൾ കാര്യം പറയുമ്പോൾ അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിരുന്നിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വേണ്ട കറക്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം.